എല്ലാവർക്കും ഹോമി ആൻഡ് ഹാപ്പി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രിപ്പ് വ്ലോഗാണ്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്നി ലാൻഡിലേക്കാണ്. അപ്പോൾ ഡിസ്നി ലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡ എന്നുള്ള സ്റ്റേറ്റിലുള്ള ഡിസ്നി ലാൻഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ഷൻ കാണാം, വാൾട്ട് ഡിസ്നി ദ മോസ്റ്റ് മേജിക്കൽ പ്ലേസ് ഓൺ ദ എർത്ത്. അപ്പോൾ ആ ഒരു ക്യാപ്ഷനിൽ പറയുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു മേജിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ പാർക്കിൽ. ഇവിടെ തന്നെ ഒരു 4 പാർക്കോളം ഉണ്ട്. എപ്കോട്ട്, ആനിമൽ കിങ്ഡം, ഹോളിവുഡ് സ്റ്റുഡിയോ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മേജിക്കൽ കിങ്ഡമാണ്. അപ്പോൾ മേജിക്കൽ കിങ്ഡമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കളർഫുൾ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൂടി ഇഷ്ടാവുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേജിക് കിങ്ഡത്തിൻ്റെ പാർക്ക് മുഴുവൻ പോകുന്ന ആ ഒരു ട്രെയിനാണ് നേരത്തെ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടല്ല പോവുക. അപ്പോൾ നമ്മളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരു വെഹിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് ഇങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ദൂരെ ഡിസ്നിയുടെ ആ ഒരു കാസിൽ കാണാം. അപ്പോൾ ആ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് വളരെ കളർഫുള്ളായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി, നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല രാത്രിയാവുന്ന സമയത്ത് ഇത് നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് വളരെ കളർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡിസ്നിയുടെ കാസിൽ. അപ്പോൾ ഇവിടെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ പുറത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ തിരക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഡിസ്നിയുടെ കാസിൽ. നമ്മൾ ഡിസ്നി മൂവീസൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു കാസിൽ നിങ്ങൾക്ക് ആ ഒരു മൂവീൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്താൽ തന്നെ അഡ്വഞ്ചർ ലാൻഡ്, ഫ്രോണ്ടിയർ ലാൻഡ്, ഫാൻറ്റസി ലാൻഡ്, ടുമാറോ ലാൻഡ് അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ഫാൻറ്റസി ലാൻഡ് ഏരിയയിലാണ് കൂടുതൽ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അഡ്വഞ്ചർ ലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സമയം വേണം. നമ്മളിപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാലും മൊത്തം കവർ ചെയ്യാൻ മാത്രം സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രക്കും ആൾക്കാരുണ്ട്, അത്രക്കും നടന്ന് കാണാനുമുണ്ട്. A wunderbar Birdmobile, which has birds on it and it goes round and round. And that's why we call it a Birdmobile. Mesdames and messieurs, introducing the lovely ladies entrés ensemble. Just like the folies bergères with all les feathers, there's Colette. അപ്പോൾ ഇതുപോലെ ട്രെയിനിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്ത് വേണമെങ്കിൽ ഇറങ്ങാം നടക്കുന്നതിന് പകരം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ
ഒരു ഫ്രോണ്ടിയർ ലാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ പരേഡ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഡിസ്നിയുടെ ഓരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി പരേഡായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിൻസസ്, അതുപോലെ തന്നെ മിക്കി മൗസ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവർ അണിഞ്ഞൊരുങ്ങി വരുന്നൊരു പരേഡാണ് ഇപ്പോൾ കാണുന്നത്. Those skiers are so fast with their gliding and their circling. Oh, I'm a little busy. It's beginning to look a lot like Christmas. Look at all the lights and the people. Hey guys, come down off the wall. I'm also happy. It makes me happy to be happy. അപ്പോൾ അത് നമ്മുടെ ഫ്രോസണിലെ എൽസ പ്രിൻസസ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടു മിക്കി മൗസ്, സ്നോ വൈറ്റ് ഒക്കെ കണ്ടു. അങ്ങനെ ഡിസ്നി മൂവീസിലും ആനിമേഷൻ കാർട്ടൂൺസിലൊക്കെ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും വെച്ചിട്ടായിരുന്നു ഈ ഒരു ക്രിസ്മസ് പാർട്ടി അറേഞ്ച് ചെയ്തത്. This is my favorite time of the year.
ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക്. അതുപോലെ തന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡെക്കറേഷൻസും വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആകുമ്പോൾ ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പ്രത്യേക ഭംഗി. അപ്പോൾ രാത്രി കാസിൻ്റെ മുമ്പിൽ ഒരു ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഫയർ വർക്ക്സ് ആണ്. അപ്പോൾ ആ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയർ വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഫയർ വർക്ക്സ് ആണ്. കാരണം ഇതിൻ്റെ സമയത്ത് കാസിലിൻ്റെ ഡിസ്നി കാസിലിൻ്റെ മുന്നിലുള്ളതാണ് ഫയർ വർക്ക്സ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഫയർ വർക്ക്സ് നടക്കുന്ന സമയത്ത് കാസിൻ്റെ കളറിനനുസരിച്ച് ചേഞ്ച് ആവും. അങ്ങനെ ഇത് കത്തുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഫയർ വർക്ക്സ്. അപ്പോൾ ഈ ഫയർ വർക്ക്സിൻ്റെ വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫയർ വർക്ക്സിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മാജിക് കിങ്ഡം 2023 ഫയർ വർക്ക്സ് നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാത്രി ഈ ഡിസ്നി കാസിൽ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ആയിട്ട് വളരെ ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രാത്രി പിക്ചർ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഹോണ്ടഡ് ഗോസ്റ്റ് ഹൗസ് കാണാം. അപ്പോൾ ഇതിൽ ഇതുപോലൊരു റൈഡിൽ കയറിയിട്ടാണ് ഈ ഗോസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി അടുത്തതായി നമ്മൾ കളർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സ്മോൾ വണ്ടർ വേൾഡ്.
അതേപോലെ ഡിസ്നിയുടെ ലിറ്റിൽ മെർമെയ്ഡ് എന്നുള്ള ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. Something about being in love. അപ്പോൾ ഇതൊന്നും മാത്രമല്ല, ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു ഫാൻറ്റസി ലാൻഡിൽ ഉണ്ടായിരുന്നു. പ്രിൻസസിനെ മീറ്റ് ചെയ്യുന്നത്, മിക്കിയെ മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും തിരക്കുകൾ കാരണം എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 11:30-12 മണി ആ ഒരു സമയമായി, പാതിരാത്രി. അപ്പോൾ ഒരു 12-12:30 ഇവിടെ ഓപ്പൺ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് റൈഡ് ഇനിയും പെൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലുള്ള മെയിൻ അട്രാക്ഷൻ എല്ലാത്തിലും വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ മിക്കി മൗസിൻ്റെ ഒരു മെയിൻ പരേഡും ആ ഒരു കാസലിൻ്റെ മുന്നിലുണ്ടായിരുന്നു. That was unbelievable. അപ്പോൾ രാത്രി ഡിസ്നി കാസലിൻ്റെ കളർ മാറുന്നതും അതിൽ ഓരോ തരത്തിലുള്ള ഡിസൈൻസ് വരുന്നതും കാണാൻ പ്രത്യേക ഭംഗിയാണ്. കാരണം ഇത് ഇവിടെ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഡിസ്നി വേൾഡിലെ മേജിക് കിങ്ഡത്തിലെ പ്രത്യേകതകളാണ്, അതിലത്തുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആവുന്നുള്ളൂ. കാരണം രാത്രി 12 മണിയായിട്ടും കഴിയാത്ത അത്രവിധം കാര്യങ്ങൾ വീണ്ടും കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറ്റു വീഡിയോസൊക്കെ റെഫർ ചെയ്യാം. അപ്പം ശരിക്കും ഈ വാൾട്ട് ഡിസ്നിയുടെ ക്യാപ്ഷൻ പോലെ തന്നെ ദി മോസ്റ്റ് മേജിക്കൽ പ്ലേസ് ഇൻ ദ വേൾഡ്, ആ ഒരു ക്യാപ്ഷൻ അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ, മുതിർന്നവർക്കും കൂടി അട്രാക്റ്റീവ് ആവുന്ന, മടുപ്പിക്കാത്ത രീതിയിൽ, വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡെക്കറേഷൻസും
കാര്യങ്ങളൊക്കെ വളരെ വണ്ടർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.